അപ്പുറത്തെ തണ്ടർബേർഡാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസിക്കിനൊക്കെ കുറച്ച് ഹെവി ഫീലുള്ള വണ്ടിയാണ് തണ്ടർബേർഡ്. അത് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ബുള്ളറ്റ് ബാക്കിയുള്ള എല്ലാ വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഹെവി വണ്ടിയിലാണ് ഇരിക്കുന്ന ഒരു ഫീല് ശരിക്കും തണ്ടർബേർഡ് തരുന്നുണ്ട്. അഡാപ്റ്റർ ഊരിൻ്റെ കേബിൾ ഡയറക്റ്റ് കൊടുത്ത് അത് ചാടി പോവാണ്. ഇതിൻ്റെ സർവീസിനാകുന്ന വണ്ടിയാണ്. അപ്പോൾ മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, 500 cc കയറുമ്പോൾ എന്താണെന്നുള്ളത് വണ്ടി ഒരു പ്രത്യേക ഫീലാട്ടോ വണ്ടിക്ക്. ചെറിയൊരു ക്രാങ്ക് വെയിറ്റിൻ്റെ ഒരു വെയിറ്റ് മാറ്റവും എൻജിനിലുണ്ട്. ചെറിയ വെയിറ്റ് ഡിഫറൻസ് രണ്ട് വണ്ടിയും തമ്മിലുണ്ട്. പവർഫുൾ എൻജിനാണ്. അപ്പോൾ ഈ 500 cc എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 550, 650 cc, 750 cc, 1000 cc, 1200 cc വണ്ടികളൊക്കെ അതിപ്രസറുള്ള കാലമാണ്. ഇപ്പം ഇതിന് പറയുന്നതിൽ വലിയൊരു പ്രസക്തി ഇല്ലെങ്കിലും കൂടെ, പക്ഷേ ആ ഒരു ഇറങ്ങിയ കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വണ്ടിയായിരുന്നു 500 cc വണ്ടി. അതായത് ഇപ്പോൾ നമ്മൾ ഈ 500 cc വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ 350 പോവില്ല. മൈലേജ് കൺസേൺ, മൈലേജ് പോയാലും കുഴപ്പമില്ല ഈ വണ്ടിൻ്റെ കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ. എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ആളൊക്കെ ഉണ്ടാകും കേട്ടോ. 500 cc വലിയൊരു EFIൻ്റെ വലിയൊരു വിഷയം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. എപ്പോഴും ഫെയിലാവാനുള്ള കാരണവും പിന്നെ അതുമാതിരി തന്നെ ആളുകൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ ഭയം തന്നെയായിരുന്നു. ഇപ്പോഴും ഉണ്ട്. കാരണം ആ ഒരു സമയത്ത് EFI വണ്ടിയായിട്ട് ശരിയായ രീതിയിൽ സർവീസ് ചെയ്ത എക്സ്പീരിയൻസിൽ മെക്കാനിക്കിൻ്റെ അഭാവം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോൾ കംപ്ലയിൻസൊക്കെ വന്നേ മിസ്സിങ് മറ്റു വന്നേ കറക്റ്റായിട്ട് ഷൂട്ട് ഔട്ട് ചെയ്യാന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്. അപ്പോൾ EFI എന്ന ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് മാറ്റി കാർബറേറ്ററിലേക്ക് മാറി ഒരുപാട് വണ്ടികൾക്ക് ഭൂരിപക്ഷം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും പൈസ മുടക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം കറക്റ്റ് രീതിയിൽ ആ കാര്യം മാറ്റി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കാർബറേറ്ററിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. കാർബറേറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ അടുത്തെത്തൂല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കേട്ടോ. അതിൻ്റെ സ്മൂത്ത്നെസ്സിൻ്റെ കാര്യങ്ങളിലും ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന വണ്ടി വരുന്ന സമയത്ത് നല്ലൊരു ഡിഫറൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. രണ്ട് വണ്ടിയും തമ്മിൽ ഒന്നിച്ച് വെച്ച് ഓടിച്ചാൽ തന്നെ മനസ്സിലാവില്ല. ഒരു മാത്രം വണ്ടി ഓടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ഇതിലൊക്കെ 500 cc എടുത്ത് ബെൽറ്റ് കയറ്റുന്ന ആളുകളുണ്ട്. ഒരു കാരണവശാൽ നിങ്ങൾ 500 cc വണ്ടി ഒന്ന് ബെൽറ്റ് കയറ്റരുത്. ആ ഒരു അതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഒരു 15% ഡ്രോപ്പ് ആവും കേട്ടോ. 27 bhp പവറുള്ള വണ്ടിക്ക് 15% ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എത്രത്തോളം പവർ മാറ്റുന്നത് നിങ്ങൾ നോക്കുക, ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ബെൽറ്റ് ഡ്രൈവിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പവർ ലോസ് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും മനസ്സിലാവും. നമ്മളൊരു വണ്ടി ഉപയോഗിച്ചിട്ട് നമ്മളൊരു വണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു പവർ ഡ്രോപ്പ് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ വേറൊരു വണ്ടി എടുത്ത് അതേ സ്ഥാനത്ത് അതേ സെയിം കാറ്റഗറിയിൽ വേറെ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. നമുക്കിത് മനസ്സിലാവും. കാരണം നമ്മൾ ഓരോ വണ്ടിയും ഡെയിലി ഓടിച്ച് മാറി മാറി ഓടിക്കുന്ന ആളായതുകൊണ്ട് ആ ത്രോട്ടിൽ കൊടുക്കുന്ന ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഡ്രോപ്പ് ആവുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ബെൽറ്റിലേക്ക് പോകാതെ കേട്ടോ. കഴിയുന്നതും നിങ്ങൾ ചെയിൻ ഡ്രൈവ് തന്നെ ഉപയോഗിക്കുക. ചെയിൻ ഡ്രൈവാണ് ഏറ്റവും കൂടുതൽ പവർ ഡെലിവറി തരുന്ന വണ്ടി. അല്ല പിന്നെ ഒരു സിസ്റ്റം ചെയിൻ സിസ്റ്റമാണ്. അത് ഷാഫ്റ്റ് ബെൽറ്റ് ഒന്നും അല്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ പറയണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ 500 cc അതായത് ഒരു പക്ക ഒരു ടൂറർ വണ്ടി കേട്ടോ. നമ്മൾ ഒരു 27 bhp പവർ മാത്രമേ ഉള്ളൂങ്കിലും കൂടി ഇപ്പോഴത്തെ വണ്ടികൾ 40 bhp ഒക്കെ പവർ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. എന്നാലും ഇപ്പോൾ 650 cc പോകാൻ ആ ഒരു ഇതില്ലാത്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായ വണ്ടി 500 cc തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 500 cc പാർട്സിന് 1-2 പാർട്സിന് ഭയങ്കര വിലയാണ്. ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റബിൾ അല്ല. ഒന്ന് അതിൻ്റെ സെൽഫ് മോട്ടറാണ്. സെൽഫ് മോട്ടറിന് 14 സംതിങ് വില വരുന്നുണ്ട് കേട്ടോ. ഡെൻസോൻ്റെ മോട്ടർ ആയതുകൊണ്ട് തന്നെ 14 സംതിങ് വില വരുന്നുണ്ട്. അത്
പിന്നെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വലിയൊരു ഭാരിച്ച ചിലവ്, ഒരു എക്സ്പെൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വണ്ടി എടുക്കുന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു സൗണ്ടോ നോയ്സോ സെൽഫ് അടിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോർക്ക് നോക്കാം നമുക്ക്. കാരണം ഒരു ഓവർടേക്കിൻ്റെ കോൺഫിഡൻസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞപ്പോൾ പവർഫുൾ വണ്ടി അപ്പോൾ നമുക്ക് പവർ ഉപയോഗിച്ച് ഓടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അതിൻ്റെ പവർ ഡെലിവറി ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം ക്വിക്ക് ആക്സിലേഷൻ, ക്വിക്ക് ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട ആവശ്യമുള്ളത് നമ്മൾ ഓവർടേക്കിങ് സമയത്താണ്. നമുക്ക് കോൺഫിഡൻസോട് ഒരു ഓവർടേക്ക് ചെയ്തെടുക്കാൻ പറ്റും വണ്ടി. ഇത് 500 cc മാത്രമേ കഴിയുള്ളൂ. 350 cc ഒന്നും അവിടെ ലാഗ് അടിച്ച് നിൽക്കും കേട്ടോ വണ്ടി. അപ്പോൾ അതന്നെയാണ് എന്നെ സമയത്തോളം മനസ്സിലാക്കി കൊടുത്തോളം ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് 500 cc-കളിൽ. പിന്നെ അതുമാതിരി തന്നെ റൈഡിങ് കംഫേർട്ട്, ഒരു പവർഫുൾ ആയിട്ടുള്ള വണ്ടി ഓടിക്കുന്ന നമുക്കൊരു ഫീല്, അതിൻ്റെ ആ ഒരു പിന്നെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഞാനിപ്പോൾ ഓടിക്കുക ഇൻ്റർസെപ്റ്റർ കാറ്റഗറിയിൽ വരുന്ന പിന്നെ ഇൻ്റർസെപ്റ്ററിൽ വരുന്ന 650 cc എഞ്ചിന് കമ്പയർ ചെയ്തിട്ടല്ല കേട്ടോ. അത് പക്ക റിഫൈൻഡ് അടിപൊളി വണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അത് സംശയമില്ല. ഞാനിപ്പം പറയുന്നത് UC കാറ്റഗറിയിൽ നിന്ന് വണ്ടിയാണ്. ഇങ്ങനൊരു വണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേ കാറ്റഗറിയിൽ വരുന്ന ഒരു 500 cc ക്ലാസിക് പരിചയപ്പെടാം നമുക്ക്. 2000 BS4 വരുന്ന ക്ലാസിക്. എനിക്ക് തണ്ടർബേർഡ് ഇഷ്ടമുള്ള വണ്ടിയാണ്. റോയൽ എൻഫീൽഡ് കാറ്റഗറി ഏറ്റവും ഇഷ്ടമുള്ള തണ്ടർബേർഡ്, മെറ്റിയോർ കാറ്റഗറി വരുന്ന വണ്ടിയാണ്. സൂപ്പർ മെറ്റിയോർ, തണ്ടർബേർഡ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് മോഡലായ 500. സോ 500 ക്ലാസിക് ഓക്കെയാണ്, കുഴപ്പമില്ല. പവർഫുൾ ഡെലിവറി ഒക്കെ സെയിം തന്നെയാണ്. എങ്കിലും കൂടെ നമുക്ക് റിലാക്സ് റൈഡിങ് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് തണ്ടർബേർഡ് 500. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയ വണ്ടി തന്നെയാണ്. നിങ്ങൾ എടുക്കാൻ ഒരു പവർഫുൾ വണ്ടി വേണമോ 20-25 30 കിലോമീറ്റർ 32 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ് എങ്കിലും 20-25 കിലോമീറ്റർ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും തന്നെ ആ ഒരു മൈലേജ് തന്നെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ 650 cc ആണെങ്കിൽ മൈലേജ് അത്രയ്ക്ക് തന്നെ ഉള്ളൂ, അതിന് താഴെയാണ് കിടക്കുന്നത്. നമ്മൾ സൂപ്പർ മെറ്റിയോർ ആണെങ്കിലും മെറ്റിയോർ 350 ആണെങ്കിലും മെറ്റിയോർ 350 ആണെങ്കിൽ ശരിക്കും ഒരു 30 നിയറൊക്കെ മൈലേജ് കിട്ടുന്നുള്ളൂ. അതിന് ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം അറിയാമല്ലോ. E20 പെട്രോൾ ഒന്നോടി മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും. അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. മൈലേജ് നോക്കുന്ന ആളുകൾ ഒരിക്കലും 500ലേക്ക് പോകരുത്. നമുക്ക് ഇപ്പോഴത്തെ E20 പെട്രോൾ വന്ന അവസ്ഥയിലത്തെ മൈലേജ് കിട്ടുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. നിലവിൽ കസ്റ്റമേഴ്സൊക്കെ 20-25 കിട്ടുന്നുണ്ട്, 30 വരെ കിട്ടുന്നുണ്ട് പറയുന്ന ആളുകളുണ്ട്. നമ്മളിതിൻ്റെ മൈലേജ് ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും 20-25 എന്തായാലും പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിലേക്ക് പറയാനുള്ളത്. കൂടുതൽ ആൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.